ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്തായി? വൺ ഡേ മാച്ചിൽ തമിഴ്നാടിനോട് കേരളം വീണ്ടും പരാജയപ്പെട്ടു. ഗുഡ്. തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഞാനതല്ല ചോദിച്ചത്. നീ മെനിഞ്ഞാന്ന് പോയി ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായി? എന്താകാൻ? കേരളത്തിന്റെ തലയിലെഴുത്ത് ഇതാണെങ്കിൽ കേരളത്തിലെ ഒരു സാധാരണ പൗരന്റെ കാര്യം പറയാനുണ്ടോ? ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പ്രശ്നങ്ങൾക്ക് സംഘടനകളുണ്ട്. മദ്യം വാറ്റാൻ സംഘടന, അത് വർജിക്കാൻ സംഘടന, മരം വെട്ടാൻ സംഘടന, വെട്ട് തടയാൻ സംഘടന. എന്തിന്? അടുക്കള വാതിൽക്കൽ നിൽക്കുന്ന കറിവേപ്പില പറിച്ച് കറിയിലിട്ടാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താറുമാറാകുമെന്ന് പറയാൻ വരെ ഇവിടെ സംഘടനകളുണ്ട്. തൊഴിൽ രഹിതരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരു സംഘടനയോ പ്രസ്ഥാനമോ ഉണ്ടോ? അതിന്റെ കുടിക്കാൻ ചായയോ കാപ്പിയോ ഏതായാലും മതി. രോഷം അടങ്ങിയോ? കുറച്ച്. എന്നാൽ ഇനി പറ, ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായി? വളരെ വിജയകരമായിട്ട് പരാജയപ്പെട്ടു. എങ്ങനെ പരാജയപ്പെടാതിരിക്കും? റോക്ക് മ്യൂസിക്കും സ്പോർട്സ് പ്രേമവും അല്ലാതെ നിന്റെ തലയിൽ ലോക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നീ ഇനിയും ജീവിക്കാൻ പഠിച്ചിട്ടില്ല. എന്റെ ഉപദേശവും കുറ്റപ്പെടുത്തലും നിനക്ക് രസിക്കുന്നില്ലെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛൻ മാർത്താണ്ഡൻ എന്റെ ഒരു ഗുമസ്തം മാത്രമായിരുന്നില്ല. വി വെയർ ഫ്രണ്ട്സ്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മാർത്താണ്ഡൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? കുഞ്ചരി, എന്റെ എട്ടും പൊട്ടും തിരിയാത്ത മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. നിന്റെ മക്കളെ പോലെ തന്നെ അവരെ നീ നോക്കിക്കൊള്ളണം. ആ സ്വാതന്ത്ര്യത്തിലാ പറയണത്. ഈ ഞരമ്പ് വലിച്ചു മുറുക്കുന്ന സ്പോർട്സിനും വട്ട് പോപ്പ് മ്യൂസിക്കിന്റെയും പിന്നാലെ പോകാതെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ 1000-ഓ 2000-ഓ ശമ്പളത്തിൽ ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക്. 1000-ഓ 2000-ഓ കിട്ടിയാൽ ഇക്കാലത്ത് എന്തിനുണ്ട്? ഒരു ദിവസം പട്ടിണി കിടക്കണമെങ്കിൽ പോലും 100 രൂപയില്ലാതെ പറ്റില്ല. ഊർമിളയെ മാന്യമായ രീതിയിൽ കെട്ടിച്ചയക്കണം. തണ്ടർ വേൾഡിനെ കുട്ടപ്പനാക്കി എടുക്കണം. ഇതൊക്കെ ഒരു ശമ്പളക്കാരനെ കൊണ്ട് പറ്റുമോ? തണ്ടർ വേൾഡിന് ഒരു ഗൾഫ് ടൂർ അങ്കിൾ സംഘടിപ്പിച്ചു എന്നാൽ ഒരു പരിധി വരെ. അപ്പൊ റോക്ക് മ്യൂസിക് കൈവിടാൻ എനിക്ക് ഉദ്ദേശമില്ല. ഇല്ല. കഷ്ടം. ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത നിരുപദ്രവകാരിയായ ഗുമസ്തനായിരുന്നു മാർത്താണ്ഡൻ. അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങനൊരു അപകട സംഗീതത്തിൽ ചെന്ന് ചാടിയല്ലോ. കോളേജ് വെച്ചുള്ള കൂട്ടുകെട്ടാ നിന്നെ നശിപ്പിച്ച്. എടാ, വലിയവന്റെ പിള്ളേർക്ക് ആഹാരം എല്ലിന്റെ ഇടയിൽ കയറുമ്പോ അത് താഴോട്ടിറക്കാൻ ഈ സംഗീതം വേണം. അന്നത്തെ കഞ്ഞിക്ക് പാങ്ങില്ലാത്ത നിനക്കെന്തിരടാ ഈ പാറ സംഗീതം? അങ്കിൾ, റോക്കിന് പാറ എന്ന അർത്ഥമുണ്ടെങ്കിലും റോക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ പാറ സംഗീതമല്ല. പാറ പോലെ വികാരരഹിതമായ പഴം മനസ്സുകളെ പോലും ഇളക്കാൻ കഴിയുന്ന ചടുലമായ സംഗീതത്തിന്റെ ഉദാത്തവും ഊഷ്മളവുമായ ആന്തോളനത്തിന്റെ ആവിഷ്കാരമാണ് റോക്ക് മ്യൂസിക്. എന്നാൽ ഇവിടെ കല്യാണം കഴിക്കാൻ വരുന്നവർക്ക് സ്ത്രീധനമായിട്ട് ഉദാത്തവും ഊഷ്മളവുമായ ആന്തോളനത്തിന്റെ ആവിഷ്കാരം കൊടുക്കാമെന്ന് പറയാം. ഇതൊന്നും വേണ്ടെന്നല്ല അങ്കിൾ പറഞ്ഞത്. സ്ഥിര വരുമാനത്തിന് ഒരു ജോലി ഉള്ളത് നല്ലതല്ലേ? നീ ചൂണ്ടിക്കാണിക്കുന്ന വാണ്ടഡിനൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ അയക്കാറുണ്ടല്ലോ. വിളിക്കുന്ന ഇന്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട്. ജോലി കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടാണോ? അങ്കിള് 2-3 കമ്പനികളുടെ ലീഗൽ അഡ്വൈസർ അല്ലേ? അവിടെ എന്തെങ്കിലും ഒരു ജോലി? അത് ചോദിക്ക്. വേക്കൻസി വേണ്ട മോളെ. ഓക്കെ, ജോലി വേണ്ട. ഒരു ബാങ്ക് ലോൺ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? തണ്ടർ വേൾഡിന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാൻ. ഇനി ബാങ്കുകാരുടെ കടം കൂടി വലിച്ചു വെക്കാത്ത കുഴപ്പമേ ഉള്ളൂ. ഇപ്പൊ തന്നെ കടം കൊണ്ട് നിന്ന് തിരിയാൻ വയ്യ. ആര് പറഞ്ഞു എനിക്ക് കടമുണ്ടെന്ന്? മാനേജ് ചെയ്യാൻ ഹരി സാറില്ലേ? ഹരി, ബാങ്കിൽ കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയിരിക്കാം. എപ്പോഴാ മടങ്ങി വരുന്നത്? എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് അറിയില്ല. അലവലാതി പോകാൻ ഈ അലവലാതി എടുത്ത് പോകാൻ പറ. എവിടെ? അവിടെ നിൽക്ക്. പോയില്ലേ? എന്തിനാ സാറേ ഈ നമ്പർ? അത് എന്നോട് തരാനുള്ള കാശ് ഇദ്ദേഹം തരും. അറിയില്ലേ? അഡ്വക്കേറ്റ് കുഞ്ചറിയ ഏറ്റു. പിന്നെ ഈ കാശും ചോദിച്ചോണ്ട് ഇനി എന്റെ അടുത്ത് വരരുത്. നമ്മൾ തമ്മിൽ ഒരു ഇടപാടില്ല. ഞാൻ കുളിച്ചിട്ട് വരാം. കാപ്പി കുടിച്ചിട്ടേ പോവും. അങ്കിൾ കാപ്പി എടുക്ക്. എന്ത്? മുസ്തഫ. മുസ്തഫ, എനിക്ക് കുറച്ച് സാവകാശം. ഓ, കൂടുതലൊന്നും വേണ്ട. ഒരു 5 കൊല്ലോ. എന്റെ പൊന്ന് മുസ്തഫ, എന്റെ അവസ്ഥ കേട്ടാൽ മുസ്തഫ കാശ് എനിക്ക് ഇങ്ങോട്ട് തരും. ഈരാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇത്. നിങ്ങളും ഹരിയും കൂട്ടുകാരാണല്ലേ? ഒരു ബിയറും 3 പേരും. അണ്ടർ വേൾഡിന്റെ ഒരു ഗതികേടെ. ഇതിലും ഭേദം വല്ല അണ്ടർ വേൾഡിൽ പോയി ചേരുന്നതാ. Excuse me, Hari, Patrick,
അരവിന്ദൻ അല്ലേ? ഐ ആം ഡാനിയൽ, ഡൊമിനിക് ഡാനിയൽ. ഇത് റോബർട്ട്, ഇത് ശിവ. ഹലോ. ഇരിക്കൂ. അയ്യോ. ഞങ്ങൾ നിങ്ങളുടെ ആരാധകരാണ്. ഞങ്ങൾ പാട്രിക്കേ, തണ്ടർവേളിന്റെ പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഓടിയെത്തും. എന്താ സ്പോർട്സുകാരാണോ? അല്ല, എന്താ? അല്ല, ഓടിയെത്തുന്നു പറഞ്ഞോണ്ട് ചോദിച്ചതാ. ആളൊരു തമാശക്കാരനാ. അതെ, ഇവനൊരു ബഫൂൺ കുടുംബത്തിലാ ജനിച്ചത് തന്നെ. അത് മുഖച്ചായാണ്ടറിയാം. കമ്മിങ് ടു ദ പോയിന്റ്. സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിഞ്ഞാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിയും. നിങ്ങൾക്ക് കുറെ പ്രോഗ്രാംസ് പിടിച്ചു തന്ന് സഹായിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റേജ് ഒന്നിന് 10,000 രൂപ വെച്ച് തരും. അയ്യോ, അത് തീരെ കുറവാ. മ്യൂസിക് പാർട്ടിക്കും സ്റ്റേജ് അറേഞ്ച്മെന്റിനും തന്നെ അത്രയും തുക വേണ്ടി വരും. അതിന് നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന് ആര് പറഞ്ഞു? പിന്നെ നിങ്ങൾ ട്രൂപ്പുമായി ഞങ്ങൾ പറയുന്ന സ്ഥലം വരെ വന്നാൽ മതി. അതെന്തിനാ പ്രോഗ്രാമിന് പോകുന്നതായിട്ട് ഒരു അഭിനയം? ഇക്കാലത്ത് അഭിനയിക്കാതെ ജീവിക്കാൻ പറ്റുമോ? പിന്നെ ഒളിച്ചു വെക്കുന്നില്ല. ടെമ്പോയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കയറ്റും. അത് പറയുന്നിടത്ത് ഇറക്കണം. എന്ത് സാധനം? അത് നിങ്ങൾ അറിയണ്ട. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ദാ ഈ നമ്പറിൽ ഫോൺ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പാലമാണ്. ഏതു ഭാഗത്തു നിന്നും ആര് വിളിക്കാൻ ശ്രമിച്ചാലും രണ്ടുപേർക്കും ദോഷമാകും. മൈൻഡ് ഇറ്റ്. അവർക്ക് താല്പര്യമുള്ള മട്ടാ കാണുന്നത്. ലെറ്റ് us hope for the best. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവർ ടെമ്പോയിൽ കടത്താൻ ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്നോ കള്ളനോട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രകൃതി വിരുദ്ധ സാധനങ്ങളായിരിക്കും. ഛേ, പ്രകൃതി വിരുദ്ധമല്ല, നിയമവിരുദ്ധം. രണ്ടും ഒന്ന് തന്നെ. സോ അതിന് നിങ്ങൾ കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ IPC, ഇനി പുസ്തകം നോക്കണം, ഏതോ ഒരു വകുപ്പ് അനുസരിച്ച് നിങ്ങളും കുറ്റവാളികളായി മാറും. പിന്നെ പിഴ, ജയിൽ ശിക്ഷ, മാനഹാനി. അപ്പൊ പിന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞേക്കാം. വാടേ, അവിടെ നിൽക്കൂ. എന്താ എത്ര ധൃതി? നീ വയറിളക്കാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? അങ്ങോട്ട് പോയി നിൽക്ക്. ഇതിന് മറ്റൊരു സ്കോപ്പ് ഉണ്ട്. വയറിളക്കാനോ? കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നോൺസെൻസ്. നിങ്ങക്ക് കാശല്ലേ വേണ്ടത്? അതെ. ഡാനിയൽ പറഞ്ഞിടത്ത് സാധനങ്ങൾ എത്തിക്കാതെ തന്നെ പണം കിട്ടാൻ ഒരു മാർഗമുണ്ട്. എന്ത് മാർഗം? ഒറ്റ. അയ്യോ, യെസ്, ഇൻസ്പെക്ടർ ജനറാം. ഹോൾഡ് ചെയ്യുന്നു. ഹലോ, ആരാടാ സംസാരിക്കും? നീ പൈസ ഇട്. സർ, മറ്റന്നാൾ രാവിലെ 8 മണിക്ക് സെന്റ് തോമസ് പള്ളിയുടെ മുന്നിൽ നിന്നും പുറപ്പെടുന്ന മ്യൂസിക് ട്രൂപ്പിന്റെ വാനിൽ രഹസ്യ സ്വഭാവമുള്ള എന്തോ സാധനങ്ങൾ കടത്താൻ സാധ്യതയുണ്ട്. രഹസ്യ സ്വഭാവമുള്ള സാധനോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? പേര് ചോദിക്കുന്നു. എന്റെ പേര് പറഞ്ഞു. അയ്യടാ, ആരുടെയും പേരൊന്നും പറയണ്ട. അവന്മാരൻ ഈ സാധനം കയറ്റിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. ഹലോ, ഹലോ, ഡീറ്റെയിൽസ് പറ, ഡീറ്റെയിൽസ് പറ. ഡീറ്റെയിൽസ് ഒക്കെ മറ്റന്നാൾ സംഭവ സ്ഥലത്ത് വെച്ച് അറിഞ്ഞാൽ മതി. കട്ടി കട്ട് ചെയ്യരുത്. ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് നിങ്ങൾ. റെഡിയായില്ലേ? പോവാം നമുക്ക്. പോലീസിനെ കണ്ടില്ലല്ലോ. നമ്മുടെ പോലീസല്ലേ? ആക്രമണം നടന്നതിന് ശേഷമേ ലാത്തി ചാർജിന് എത്താറുള്ളൂ. എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞ് പോലീസ് വരുന്നവരെ ചുറ്റി കളിക്കണം. അതെങ്ങനെ? പെട്ടെന്ന് കേറ്. വഴിയിൽ നിന്ന് 1-2 സാധനം കൂടെ പിക്കപ്പ് ചെയ്യാനുണ്ട്. അല്ല, ഒരു ചായ കുടിച്ചിട്ട് പോയപ്പോരെ? ചായയൊക്കെ വഴിയിൽ നിന്ന് കുടിക്കാം. അതുകൊണ്ടല്ല, വല്ലാത്ത വിശപ്പും ആദ്യവും ഒക്കെ ഉണ്ട്. നമുക്ക് പലഹാരമുള്ള കടയിൽ മുമ്പ് നിർത്താം. നീ കേറ്. ഞങ്ങളുടെ 2-3 കൂട്ടുകാരൂടെ വരാനുണ്ട്. അവരൊക്കെ വന്നോളും. താൻ വണ്ടി എടു. ഇവരുടെ കുടിശ്ശിക തീർത്തുള്ള വണ്ടി കൂലി നിങ്ങൾ തരണം, എന്നാലേ ഞാൻ വണ്ടി എടുക്കൂ. ഏറ്റു. താൻ വണ്ടി എടുക്ക്. തണ്ടർബേർഡ്. തണ്ടർബേർഡ്! ഓടോ! ആ മറ്റൊരു ടെമ്പോ വരെ ഓടിക്കൂ.
ചവിട്ടിവിട്. ഇൻസ്പെക്ടർ ജലറാമാൻ സാർ സംസാരിക്കുന്നത്. KV 2853 ഒരു മറ്റൊരു ടെമ്പോ വാനിൽ കൂടെ ചെറുപ്പക്കാർ കള്ളക്കടത്ത് സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നു. ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. പിടിച്ചു കഴിഞ്ഞാൽ അവന്മാരുടെ ചങ്ക് ഉളുക്കിക്കളയും സാർ. ഞാൻ വണ്ടി നിർത്തണ റാസ്കൽ. സോറി സാറിനല്ല, സോറി സാർ. ഓവർ ഓവർ. ഒന്ന് വേഗം വിടറോ. തന്നെ കാരണം പോലീസിലെത്തത് എന്നെ കണ്ട് പഠിക്കണോ? ഇപ്പോ ഈ സൈഡിൽ പ്രവർത്തിക്ക്. വണ്ടി നിർത്ത്. പോലീസ് നമുക്ക് പ്രശ്നമല്ല. സാറിന് പ്രശ്നമില്ലായിരിക്കും, എനിക്ക് പ്രശ്നമാണ്. വണ്ടിയുടെ ടാക്സ് അടച്ചിട്ട് കൊല്ലം 2ആയി. എന്റെ ലൈസൻസിന്റെ കാലാവധിയും കഴിഞ്ഞു. കാര്യമൊക്കെ പിന്നെ പറയാം. വണ്ടി നിർത്ത്. പോലീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് സമ്മാനം കിട്ടാം. കുറെ സമ്മാനം ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാ. ഇനി ഇടിയുള്ള എനിക്ക് വയ്യ. കളിക്കില്ലേ, ഞാൻ രക്ഷപ്പെടാൻ പോകട്ടെ. രക്ഷപ്പെട്ടോ? ഒരു വെടിക്ക് 3 പക്ഷി. എന്താണ് വണ്ടി? മരുന്ന് കിടത്തിയായിരുന്നു സാർ. വെരി ഗുഡ്, താങ്ക്സ്. അപ്പൊ കുറ്റം സമ്മതിക്കുന്നു അല്ലടാ? അയ്യോ അത് ഇവനല്ല, ഡാനിയല. നീ ആരാ? അയ്യോ ഡാനിയൽ അവനല്ല സാർ. പിന്നെ നീയാണോ? അത് ശരി, നിങ്ങളല്ലടാ അന്ന് ഫിഷ് മോളെയും ചില്ലി ചിക്കനെ രക്ഷപ്പെടാൻ സഹായിച്ചത്? അതെ സാർ. കോൺസ്റ്റബിൾ, അറസ്റ്റ് ദം. ബ്ലഡി ഇഡിയറ്റ്സ്. പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളെ കുറിച്ച് അവർ പറയാതിരിക്കില്ല. ആ അന്വേഷണം അവസാനം എത്തിച്ചേരുന്നത് ഈ MN നമ്പ്യാരിലായിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും ബോസ്? പേടിച്ചു പോയല്ലേ? ഡോൺ വറി. മയക്കുമരുന്ന് കമ്പോളത്തിൽ 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ അത്രയ്ക്കൊരു മണ്ടത്തരം കാണിക്കുമോ? ഞാൻ അവരെ ഇത് പരീക്ഷിക്കായിരുന്നു. ആ പാക്കറ്റുകൾക്കകത്ത് മയക്കുമരുന്നിന് പകരം ഞാൻ വച്ചിരുന്നത് മൈദമാവാണ്. എന്നു മുതലാടാ മൈദമാവും മയക്കുമരുന്നായത്? എന്തിനാടാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? പത്രത്തിൽ പേര് വരാൻ വേണ്ടിയോ? അതോ പോലീസിനെ കുരങ്ങ് കളിപ്പിക്കാനോ? പറയണ. നിന്നെ കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറയാൻ. ഇങ്ങനെ ഇടിക്കാൻ ഞാൻ ചെയ്യാത്ത കുറ്റം സമ്മതിച്ചു പോകും സാർ. എന്നാ പറ, ആരാ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? ആരും ചെയ്യിച്ചല്ല സാർ, ഞങ്ങൾ സ്വമേധയാ ചെയ്തതാ. ആഹാ, സ്വമേധയാ ചെയ്തതാണല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാ വാ. എന്റെ ഈശ്വര, ഞാൻ ഇനി എന്നാണ് ആ മയക്കുമരുന്ന് സംഘത്തെ പിടിക്കുന്നത്? ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു വെളുക്കാൻ തേച്ചത് കാണ്ടായി.